ഓം നാരായണ ഗുരുരാദ്യാം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറി ശ്രീ അശങ്കാനന്ദ ഗിരിസ്വാമികൾ, ശിവഗിരി മഠത്തിൻ്റെ തന്ത്രി ശിവനാരായണ തീർത്ഥസ്വാമികൾ, ശിവഗിരി മാസികയുടെ മാനേജരായിരിക്കുന്ന സുരേശ്വരാനന്ദ സ്വാമികൾ, ശിവഗിരി മഠത്തിൻ്റെ PRO ശ്രീ സോമനാഥൻ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ PRO ശ്രീ സനൽ, മറ്റ് സഹകാരികളെ, ഗുരുഭക്തരെ എല്ലാവർക്കും സാദര പ്രണാമം. എല്ലാവരെയും ഞാൻ ബോധാനന്ദ സ്വാമികൾ സ്ഥാപിച്ച ധർമ്മഭട സംഘത്തിൻ്റെ ഒരു ആചാരത്തിലേക്ക്, ഒരു അനുഷ്ഠാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ല കായിക ബലമുള്ള, ഒത്ത ശരീരമുള്ള 10-15 ചെറുപ്പക്കാർ. അവർ കുളിച്ച് ഈറനായി തട്ടുടുത്ത് മിന്നിത്തിളങ്ങുന്ന കഠാരയുമായി 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എല്ലാവരും ഈ ദൃശ്യം ഒന്ന് കാണണം. ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് നല്ല കായിക ബലമുള്ള ചെറുപ്പക്കാർ 10-15 പേര് മഹാനായ, അന്ന് ഏതാണ്ട് 25 വയസ്സ് പ്രായം, യുവയോഗിയായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ സന്നിധാനത്തിൽ മിന്നിത്തിളങ്ങുന്ന കഠാരയുമായി അവർ ഉപവിഷ്ടരായിരിക്കുന്നു. മുന്നിൽ 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കുണ്ട്. ഒരു പീഠത്തിലിരുന്നു കൊണ്ട് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ പ്രസംഗിക്കുകയാണ്. മനുഷ്യരെല്ലാം സമന്മാരാണ്. എന്നേക്കാൾ ഉയർന്ന ഒരു ജാതിയില്ല, എനിക്ക് താഴെയും ഒരു ജാതിയില്ല. എല്ലാ മനുഷ്യരും ഒന്നാണ്. ജാതി ഭേദത്തെ ഇല്ലാതാക്കാൻ ഞാനിതാ എൻ്റെ ജീവനെ ബലിയർപ്പിക്കുന്നു. ആ മിന്നിത്തിളങ്ങുന്ന കഠാര കൊണ്ട് കൈവിരൽ മുറിച്ച് രക്തമെടുത്ത് തിലകം ചാർത്തിയിട്ട് ആ കഠാര ഭൂമിയിൽ കുത്തി താഴ്ത്തുന്നു. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത സംഘം, ധർമ്മഭട സംഘം, അതിൻ്റെ യൂണിറ്റുകൾ കൊച്ചി, മലബാർ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരെയും അറിയിക്കരുത് എന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. രഹസ്യ സംഘം എന്നുകൂടി അതിന് പേരുണ്ട്. വഴി നടക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ ഈ ചെറുപ്പക്കാർ സധൈര്യം നടക്കും. ഏതെങ്കിലും സവർണന്മാർ മുന്നോട്ട് വന്ന് തടയാൻ ശ്രമിച്ചാൽ നല്ല ചുട്ട അടിയുടെ ചൂട് അവർ മനസ്സിലാക്കും.
കുളത്തിൽ കുളിക്കാൻ പാടില്ലാത്ത കാലത്ത് കുളത്തിൻ്റെ കരയുടെ ചുറ്റും ഈ ചെറുപ്പക്കാർ നിൽക്കും. എന്നിട്ട് അയിത്ത ജാതിയിൽപ്പെട്ട ഈഴവരോടും പുലയരോടും അധകൃതരോടും പറയും, ഈ കുളത്തിലിറങ്ങി കുളിച്ചോളാൻ പറയും. പൊതു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല. ഈ ചെറുപ്പക്കാർ കിണറ്റിൻ്റെ ചുറ്റും നിൽക്കും, സംരക്ഷണ വലയമായി. അയിത്ത ജാതിയിൽപ്പെട്ട ആളുകളോട് പറയും വെള്ളം കോരിയെടുക്കാൻ. വഴി നടക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ സധൈര്യം സഞ്ചരിക്കും. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിന് ചുറ്റുമുള്ളൊരു റോഡുണ്ട്. അവിടെ ശൃംഗപുരം ക്ഷേത്രമുണ്ട്. ആ വഴിയിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ധർമ്മഭട സംഘം നേടിയതാണ്. തൃപ്പൂണിത്തുറയിൽ തൃപ്പതീശ ക്ഷേത്രമുണ്ട്. ആ തൃപ്പതീശ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ബോധാനന്ദ സ്വാമിയും നരസിംഹസ്വാമിയും തുടങ്ങിയ ഗുരുദേവ ശിഷ്യന്മാരുടെ ശ്രമഫലമായി നേടിയെടുത്തതാണ്. തൃശ്ശൂരിൽ പ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം. ആ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും തൃശ്ശൂർ ടൗണിലൂടെ വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് 10-25 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും എല്ലാ വർഷവും എഴുന്നള്ളത്ത് നടത്തും വടക്കനാഥ ക്ഷേത്രത്തിലേക്ക്. ഈ എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് റോഡിൽ അയിത്ത ജാതിക്കാർ, ഈഴവരാതി പിന്നോക്കക്കാർ നിൽക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, റോഡിന് സൈഡിലുള്ള വീടുകളിൽ അവർ താമസിക്കാനും പാടില്ല, അവിടെ നിൽക്കാനും പാടില്ല. ദേവനെ എഴുന്നള്ളിച്ചു വരികയാണ്. ദേവന് തീണ്ടുണ്ടാകും. ദേവന് തീണ്ടുണ്ടാകും. അതുകൊണ്ട് വീടുകളിലുള്ള ആളുകളും ഒളിച്ചു കൊള്ളണം, ദൂരേക്ക് മാറി ഒളിച്ചു കൊള്ളണം. ധർമ്മട സംഘത്തിൻ്റെ സ്വാമി നിർദ്ദേശം കൊടുത്തു. തൃപ്രയാർ തൊട്ട് തൃശ്ശൂർ വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലായി സ്വാമി ചെറുപ്പക്കാരെ അണിനിരത്തി. പോലീസ് പട്ടാളത്തോടുകൂടി സന്നാഹത്തോടുകൂടി ഘോഷയാത്ര മുന്നോട്ട് വന്നു. ധർമ്മട സംഘത്തിൻ്റെ ആളുകൾ വഴി മാറിയില്ല. പൊതിരെ അടി നടന്നു. 2-3 വർഷം അടി നടന്നു. അവസാനം തീരുമാനിച്ചു ഇനി ഘോഷയാത്ര വേണ്ട. അങ്ങനെ ആ ഘോഷയാത്ര ഇല്ലാതായി. അതുപോലെ തൃശ്ശൂരിൽ ആറാട്ടുപുഴ ക്ഷേത്രമുണ്ട്. ആ ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവത്തിലും ഇതുപോലെയായിരുന്നു. അയിത്ത ജാതിക്കാർ വീടുകളിൽ താമസിക്കാൻ പാടില്ല, ഓടി ഒളിക്കണം. അങ്ങനെ അയിത്തമില്ലാതാക്കുവാൻ ഇത്രയേറെ വിപ്ലവാത്മകമായി പ്രവർത്തിച്ച മറ്റൊരു സംഘം, ധർമ്മഭട സംഘം പോലെ കേരളക്കരയിൽ മറ്റൊന്നുണ്ടായിട്ടില്ല. അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും വീട്ടി ഭട്ടതിരിപ്പാടും സഹോദരൻ അയ്യപ്പനും ടി.കെ. മാധവനും അടക്കമുള്ളവർ ചെയ്ത സാമൂഹികമായ പ്രവർത്തനങ്ങളെ, വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളെ കാണാതെ അല്ല ഞാനിത് പറയുന്നത്. അവരുടെ എല്ലാം പ്രവർത്തനം ഓരോരോരോ മേഖലകളായിരുന്നു. എന്നാൽ ബോധാനന്ദ സ്വാമി ഭയരഹിതനായി സധൈര്യം അയിത്തത്തെ, സവർണരുടെ മുഷ്കാണ് അയിത്തം, അതുകൊണ്ട് മുഷ്കിനെ മുഷ്ക് കൊണ്ട് നേരിടുക. കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, കരബല കൽപ്പിതമാണ് ജാതിഭേദം. സവർണരുടെ കരബലമാണ് ജാതിഭേദം. അതുകൊണ്ട് കരബലം കൊണ്ട് തന്നെ ജാതിഭേദത്തെ ഇല്ലാതാക്കുക. അതിനുവേണ്ടി ശ്രമിച്ച ഒരു മഹാനായിരുന്നു ബോധാനന്ദ സ്വാമി. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തുമ്പോൾ ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്നില്ല. ബോധാനന്ദ സ്വാമി തൃശ്ശൂരിൽ
ചിറക്കൽ എന്ന ദേശത്താണ് ജനിച്ചത്. 18 വയസ്സായപ്പോൾ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോയി. ഗുരുദേവൻ മരുത്വാമലയിൽ പോയതുപോലെ 18 വയസ്സുകാരനായ വേലായുധൻ വേലുക്കുട്ടി ഹിമാലയത്തിൽ പോയി. ആ ഹിമാലയത്തിലിരുന്ന് തപസ് ചെയ്യുന്നു. തപസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഗുരുദേവൻ തപസ് ചെയ്തപ്പോൾ കൂട്ടുകാരായി പുലിയും പാമ്പും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ബോധാനന്ദ സ്വാമി ധ്യാനത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ഹിമക്കരടികൾ തൻ്റെ ചുറ്റും ഇരിക്കുന്നു. ഹിമക്കരടികൾ. ആ ഹിമക്കരടികളെ നോക്കി സ്വാമി കുറേ നേരം ഇരുന്ന് വീണ്ടും ധ്യാനത്തിലായിപ്പോയി. ഹിമക്കരടികൾ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോയി. മഞ്ഞുകട്ടയുടെ ഇടയിൽ നിന്നും ചെയ്ത ധ്യാനത്തിൽ ആ ഏകാഗ്രതയിൽ നിന്നും ഉണർന്നതിന് ശേഷം ഈ മഞ്ഞുകെട്ടിടയിൽ നിന്നും ശരീരം വേർപെടുത്തിയെടുക്കുവാൻ ഈ സാധു നന്നേ വിഷമിച്ചിട്ടുണ്ട് എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അത്ര കഠിനമായ തപസ്സായിരുന്നു വേലായുധൻ വേലുക്കുട്ടി ചെയ്തത്. ആ തപസ് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് ശങ്കരാചാര്യരുടെ മഠത്തിലാണ്. ശങ്കരാചാര്യ മഠത്തിൽ ദശമനാമി സമ്പ്രദായത്തിലെ ഗിരി പരമ്പരയിൽ അന്നത്തെ മഠാധിപതിയായിരുന്ന ശങ്കരാചാര്യരിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചു. ഭാരതത്തിലെ സന്യാസ ദീക്ഷ ശങ്കരാചാര്യ മഠങ്ങളിൽ മറ്റുള്ള സമൂഹത്തിൽപ്പെട്ടവർക്ക് നൽകുകയില്ല. പക്ഷെ സ്വാമി ദശനാമി സമ്പ്രദായത്തിലെ ഗിരി സമ്പ്രദായത്തിൽപ്പെട്ട പരമ്പരയിൽ നിന്നും സന്യാസം സ്വീകരിച്ച് ബോധാനന്ദഗിരിയായി. ബോധാനന്ദഗിരിയായി അദ്ദേഹം കേരളത്തിൽ മടങ്ങിയെത്തി. അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയെന്നറിയാമോ? 22 വയസ്സ്. ആജാനുബാഹു. ഒരു ഒരു മുണ്ട് അതേപോലെ ചുറ്റിയിട്ടുണ്ട്. ഉടുപ്പൊന്നുമില്ല, വേറെ ഉത്തരീയവുമില്ല. ഒറ്റ മുണ്ടെടുത്ത് ആ മുണ്ട് ശരീരം ആ സകലം ചുറ്റി ധരിക്കുന്നൊരു വേഷം. തൃശ്ശൂരിൽ വന്ന് വീട്ടിൽ വന്നു. വീട്ടുകാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് രസിച്ചില്ല. വീട്ടുകാർ നല്ല ധനാഢ്യന്മാരാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. വീട്ടുകാർക്ക് ഒട്ടും രസിച്ചില്ല ഇങ്ങനെ പോയി സന്യാസിയായതൊക്കെ. അവർ പരിഹസിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ സ്വാമി അവിടെ അവധൂത മഠം എന്ന പേരിൽ ഒരു മഠം സ്ഥാപിച്ചു. ആ അവധൂത മഠത്തിൽ താമസിച്ചുകൊണ്ട് സാധുക്കളായ ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്നു. ഗുരുദേവൻ രോഗികളുടെ രോഗങ്ങൾ മാറ്റിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്പം പ്രസാദം, അല്പം ഭസ്മം, അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു കരസ്പർശം, ഇങ്ങനെയുള്ള ദിവ്യസിദ്ധികൾ പ്രയോഗിച്ച് രോഗങ്ങൾ മാറ്റുകയും ദീനർക്ക് ആശ്വാസം നൽകുകയും ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിൽ ഏറെ പ്രശസ്തമാണ്. അതുപോലെ തൃശ്ശൂരിലെ അവധൂത മഠത്തിൽ താമസിച്ചുകൊണ്ട് സാധുക്കളായ ആളുകളെ സ്വാമി രോഗികളെ, ആർത്തന്മാരെ, അവശന്മാരെ സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പോഴുണ്ട് ഒരു സംഘം ആളുകൾ വളരെ ദൂരെ നിൽക്കുന്നു. അവർക്ക് സ്വാമിയുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഒരു കൂട്ടം ആളുകൾ അവരെ തടയുന്നു. അപ്പോഴാണ് സ്വാമിക്ക് വാസ്തവം മനസ്സിലായത്. ഈ ദൂരെ നിൽക്കുന്ന ആളുകൾ പുലയ പറയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ സ്വാമിയുടെ സന്നിധാനത്തിലേക്ക് തടഞ്ഞത് സ്വാമിയുടെ ചില കുടുംബാംഗങ്ങളും ഈഴവ സമുദായത്തിൽപ്പെട്ട മറ്റു ചിലരുമാണ്. അയിത്തജാതിയിൽപ്പെട്ട അധകൃതരിൽപ്പെട്ട ആളുകളെ സ്വാമിയുടെ മുമ്പിലേക്ക് കടത്തിവിടുന്നതിൽ ആ കുടുംബാംഗങ്ങളും
ബന്ധുമിത്രാദികളും തടസ്സം നിന്നപ്പോൾ ബോധാൻ സ്വാമി എന്ത് ചെയ്തെന്നറിയാമോ? പീഠത്തിൽ നിന്നും എഴുന്നേറ്റ് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പീഠത്തിൽ ചേർത്തിരുത്തി. വീട്ടുകാർക്കത് രസിച്ചില്ല, വഴക്കുണ്ടായി. സ്വാമി മിശ്രഭോജനം ആരംഭിച്ചു 1907. നമ്മൾ മിശ്രഭോജനത്തെക്കുറിച്ച് ചരിത്രത്തിൽ വഹിക്കുന്നത് 1917 സഹോദരൻ അയ്യപ്പൻ ചെറായിയിൽ നടത്തിയ മിശ്രഭോജനമാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത്. പക്ഷേ അതിനും 10 വർഷം മുൻപാണ് ബോധാനന്ദ സ്വാമി തൃശ്ശൂരിലെ ചിറക്കൽ അവധൂത മഠത്തിൽ വെച്ച് മിശ്രഭോജനം നടത്തിയത്. അത് 1 ദിവസമോ 2 ദിവസവുമല്ല, 1 വർഷക്കാലം അവിടെ താമസിച്ചുകൊണ്ട് സ്വാമി മിശ്രഭോജനം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ചരിത്രം അത് വേണ്ടവണ്ണം രേഖപ്പെടുത്തുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. കാരണം ബോധാനന്ദ സ്വാമി ഒരു സ്വാമിയാണല്ലോ, സന്യാസിയാണല്ലോ. സന്യാസിമാർ ചെയ്ത പ്രവർത്തിക്ക് അത്രയേ വില കേരളീയർ നൽകിയിട്ടുള്ളൂ. ശ്രീനാരായണ ഭക്തന്മാരും നൽകിയിട്ടുള്ളൂ. ഗുരുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, DK മാധവൻ, അയ്യപ്പൻ, R ശങ്കർ, ഇങ്ങനെ കുറച്ച് ആളുകളെ ഉള്ളൂ. ഗുരുവിൻ്റെ സന്യാസി ശിഷ്യന്മാരുടെ സംഭാവനകളെ വേണ്ടവണ്ണം വിലയിരുത്തുവാൻ ശ്രീനാരായണ പ്രസ്ഥാനം പോലും മറന്നുപോയി. ഇത് പ്രത്യേകം നാം തിരിച്ചറിയണം. ബോധാൻ സ്വാമി 1907 ആരംഭിച്ച 1 വർഷക്കാലം നീണ്ടു നിന്ന മിശ്രഭോജനം തൃശ്ശൂർ മേഖലയിൽ ഒതുങ്ങി നിന്നു. സ്വാമി തീരുമാനിച്ചു, ഇങ്ങനെ കുറച്ച് ആളുകളും ഭക്തന്മാരും ശിഷ്യന്മാരുമായിട്ട് അവിടെ കഴിഞ്ഞ് ആളുകളുടെ രോഗവും ദുഃഖവും ദുരിതവുമൊക്കെ മാറ്റി ജീവിച്ചാൽ മതിയോ? ഇതാണോ തൻ്റെ കർമ്മരംഗം? ഇവിടെ ഒതുങ്ങിയാൽ മതിയോ? പോരാ, കർമ്മരംഗത്തെ കുറച്ചുകൂടെ വിപുലമാക്കുവാൻ സ്വാമി തീരുമാനിച്ചു. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോൾ ആര്യസമാജം, ബ്രഹ്മസമാജം, ശ്രീരാമകൃഷ്ണ മിഷൻ, തിയോസഫിക്കൽ സൊസൈറ്റി, പ്രാർത്ഥനാ സമാജം തുടങ്ങി വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. സ്വാമി കേരളക്കരയിൽ നിന്നും യാത്ര ചെയ്ത് രാമകൃഷ്ണ മിഷനിലും തിയോസഫിക്കൽ സൊസൈറ്റിയിലും പ്രാർത്ഥനാ സമാജത്തിലും ആര്യ സമാജത്തിലും ബ്രഹ്മസമാജത്തിലുമൊക്കെ മാറി 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 താമസിച്ചു. ഇതിനിടയിൽ സ്വാമിക്ക് 1 ഡസനോളം ശിഷ്യന്മാരുമായി. 25 വയസ്സായിട്ടില്ല. അതിനിടയിൽ 1 ഡസനോളം സന്യാസി ശിഷ്യന്മാർ സ്വാമിക്കായി. ഗോവിന്ദാനന്ദ സ്വാമി, വിദ്യാനന്ദ സ്വാമി, കൃഷ്ണാനന്ദ സ്വാമി, ഹനുമാൻഗിരി സ്വാമി, ഇങ്ങനെ പോകും ആ ശിഷ്യന്മാരുടെ എണ്ണം. ആ ശിഷ്യന്മാരുമായിട്ടാണ് ഈ വടക്കേ ഇന്ത്യൻ യാത്ര. ഓരോ ആശ്രമങ്ങളിലും ഓരോ സൊസൈറ്റികളിലും കുറേ ദിവസങ്ങൾ വീതം താമസിച്ച് പഠിച്ച് അതിലേതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്നായിരുന്നു സ്വാമി ആലോചിച്ചത്. പക്ഷേ വടക്കേ ഇന്ത്യയിലുള്ള ഒരു പ്രസ്ഥാനവും സ്വാമിക്ക് സ്വീകാര്യമായില്ല. അവസാനം തീരുമാനിച്ചു സ്വന്തമായി തന്നെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുക. സ്വാമി കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിൽ നിന്നും ഈ ശിഷ്യന്മാരുമായിട്ട് കേരളത്തിൻ്റെ വടക്കേ ദിശയിലേക്ക് യാത്രയായി. ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കും, പ്രസംഗങ്ങൾ നടത്തും. സ്വാമിക്ക് മലയാളവും ഹിന്ദിയും സംസ്കൃതവും നല്ലവണ്ണം നല്ല വ്യുത്പത്തി ഉണ്ടായി. ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കാം, ഇംഗ്ലീഷിൽ കൂടുതൽ സംസാരിക്കാൻ പരിചയമുണ്ടായിരുന്നില്ല. കന്യാകുമാരി തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ ജനപഥങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ജനങ്ങളുടെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും എല്ലാം മനസ്സിലാക്കി.
എന്നിട്ടാണ് ഈ ശിഷ്യന്മാരെ ചേർത്ത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ധർമ്മഭട സംഘം എന്ന സംഘം ഉണ്ടാക്കിയത്. എവിടെ ജാതി ഇരിക്കുന്നുവോ ആ ജാതിയെ തച്ചുടയ്ക്കുവാൻ ആ മഹാത്മാവിൻ്റെ നേതൃത്വത്തിൽ ധർമ്മഭട സംഘം ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചു. മിശ്ര വിവാഹത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ശിവഗിരിയിലെ ശാരദാമഠത്തിൽ ഗുരുദേവൻ ജർമ്മനിയിൽ നിന്ന് എത്തിയ മാർഗറ്റിനെ കൊല്ലത്തുള്ള കരുണാകരൻ വിവാഹം ചെയ്യുന്ന മിശ്ര വിവാഹം ശാരദാമഠത്തിൽ വെച്ച് നടക്കുന്നു. പക്ഷേ ആ വിവാഹത്തിന് മുൻപ് ബോധാനന്ദ സ്വാമികൾ തൃശ്ശൂരിൽ ഒരു വിവാഹം നടത്തി. ആ വിവാഹത്തിൽ ഒരു ഈഴവ ചെറുപ്പക്കാരനും നായർ സ്ത്രീയും പ്രേമത്തിലായി. അവസാനം അവർ വിവാഹം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. രണ്ടു കൂട്ടരുടെയും വീട്ടുകാർ സമ്മതിച്ചില്ല. വീട്ടുകാർ നായർ സ്ത്രീയെ പൊതുരെ ഉപദ്രവിച്ചു, തള്ളി. അവർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ഇതിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞ് ഈഴവ ചെറുപ്പക്കാരനെ ഈഴവരും ഉപദേശിച്ചു നോക്കി, ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോഴാണ് ബോധാനന്ദ സ്വാമി ഈ സംഭവം അറിയുന്നത്. ബോധാനന്ദ സ്വാമി ഈ പെണ്ണിനെയും ചെറുക്കനെയും പ്രത്യേകം കണ്ടു. നിങ്ങൾ വിവാഹിതരായി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു സ്വാമി, എങ്കിൽ അതായിക്കൊള്ളട്ടെ. സ്വാമി തന്നെ മാലയെടുത്തു കൊടുത്ത് വിവാഹം നടത്തിച്ചു. ഇങ്ങനെ ബോധാനന്ദ സ്വാമിയുടെ ജീവിതത്തിൽ എത്ര മഹോന്നതമായ സംഭവങ്ങൾ. ഗുരുദേവൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് എഴുന്നള്ളിയിരിക്കുന്നു. ഗുരുവിൻ്റെ സന്നിധാനത്തിൽ അവിടുത്തെ പ്രഥമ ശിഷ്യനായ ശിവലിംഗസ്വാമിയുണ്ട്, അച്യുതാനന്ദ സ്വാമിയുണ്ട്, ശിവഗിരിയിലെ 3ാമത്തെ മഠാധിപതിയായിരുന്ന അച്യുതാനന്ദ സ്വാമിയുണ്ട്, മറ്റുള്ള ശിഷ്യന്മാർ. അപ്പോഴുണ്ട് അവിടെ ബോധാനന്ദ സ്വാമി ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടൊരു യോഗം കൂട്ടി. ജഗന്നാഥ ക്ഷേത്രത്തിന് തെല്ലകലെ ചെറുപ്പക്കാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചു. ക്ഷേത്രമാണ് ജാതി വ്യത്യാസത്തെ ഉണ്ടാക്കുന്നത്. ക്ഷേത്രത്തെ ബഹിഷ്കരിക്കുക. അമ്പലങ്ങളിലെല്ലാം ജാതി വ്യത്യാസം പതിയിരിക്കുന്നു. അതുകൊണ്ട് ആരും അമ്പലത്തിൽ പോകരുത്, അമ്പലം സ്ഥാപിക്കരുത്. അമ്പലങ്ങൾ ജാതി വ്യത്യാസത്തിൻ്റെ കേന്ദ്രഭൂമിയാണ്. സ്വാമിയുടെ ബാല്യത്തിലെ സ്വാമിക്ക് അന്ന് 10-12 വയസ്സേ ഉള്ളൂ. അമ്മയോടൊപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി, ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അന്ന് നമുക്ക് അമ്പലത്തിനകത്തൊന്നും പ്രവേശനമില്ല, വളരെ ദൂരെ നിന്ന് തൊഴണം. സ്വാമിയുടെ അമ്മ ദൂരെ നിന്ന് ഈ കൃഷ്ണനെ തൊഴുത് പ്രാർത്ഥിച്ചു. സ്വാമി കുറേ നേരം ഇങ്ങനെ അതിൽ നോക്കി നിന്നു. കുറേ ദിവസങ്ങളങ്ങനെ ആവർത്തിച്ചു. ഒരു ദിവസം സ്വാമി തീരുമാനിച്ചു, ഈ അമ്പലത്തിനകത്ത് കയറി തൊഴുതാൽ എന്താ കുഴപ്പം? അമ്പലത്തിനകത്ത് കയറി തൊഴുതാൽ എന്താണ് കുഴപ്പം? മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അമ്മ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു. വേലുക്കൂട്ടി ഒരൊറ്റ ഓട്ടം ഓടി അമ്പലത്തിനകത്ത് കയറി ഏതാണ്ട് വിഗ്രഹത്തിൻ്റെ അകലെ നിന്ന് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അതേപോലെ തിരിച്ചോടി വന്നു. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ കണ്ടു. ഭാരവാഹികൾ സ്വാമിയുടെ വീട്ടിലെത്തി. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രത്യേകതയുള്ളത്, സ്വാമിയുടെ അച്ഛൻ്റെ പേര് ഇക്കോരൻ എന്നായിരുന്നു, അമ്മ ചെറൂൾ. ഇക്കോരൻ വലിയ ധനാഢ്യനായിരുന്നു. ആ ധനാഢ്യനായ ഇക്കോരൻ സാധുക്കളെ സഹായിച്ചിരുന്നു ജാതി വ്യത്യാസമില്ലാതെ. സവർണ സമുദായത്തിൽ, നായർ സമുദായത്തിൽപ്പെട്ട ആളുകളെയും സ്വാമി ഈ ഇക്കോരൻ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരുമാണ് ഇപ്പോൾ തീണ്ടി എന്ന കുറ്റത്തിന് ഇക്കോരൻ്റെ ഭവനത്തിലെത്തിയത്. ഇക്കോരനും ആജാനുബാഹുവാണ്. അദ്ദേഹം വെളിയിലേക്ക് വന്ന് നിന്ന് ആക്രോശിച്ചുകൊണ്ട്
ഈ തീണ്ടലും തൊടിയിലും ആചരിക്കുന്ന ആളുകളോട് അല്പനേരം സംസാരിച്ചു. ക്ഷേത്രം തീണ്ടിയെങ്കിൽ അതിന് പ്രതിവിധിയായി പണം കെട്ടിക്കൊള്ളാം. ബോധാൻ സ്വാമി അടിക്കണം, ബാലനെ അടിക്കണം, ശിക്ഷിക്കണം, ഇതായിരുന്നു അവരുടെ ആലോചന. പക്ഷെ അടിയിൽ നിന്നും ശിക്ഷയിൽ നിന്നും മോചിതനായി പണം കെട്ടിക്കൊള്ളാം. അങ്ങനെ പണം കെട്ടിയാണ് ആ ഒരു പ്രശ്നം അവസാനിച്ചത്. പക്ഷേ അന്ന് 12 വയസ്സുകാരനായ വേലായുധൻ വേലുക്കുട്ടി ഒരു തീരുമാനമെടുത്തു, ഇനി ഞാനൊരു അമ്പലത്തിലും പോകില്ല, ഇനി ഞാനൊരു അമ്പലത്തിലും കയറില്ല. അങ്ങനെ അമ്പലത്തിൽ കയറാതെയാണ് ജീവിതം നയിച്ചത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രദർശനം നടക്കുമ്പോൾ തെല്ലകലെ യുവാക്കന്മാരെ സംഘടിപ്പിച്ച് ജാതി വ്യത്യാസം ഉണ്ടാക്കുന്നത് ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളെ ബഹിഷ്കരിക്കുക, ക്ഷേത്രങ്ങൾ നിർമ്മിക്കരുത്, ക്ഷേത്രത്തിലാവരും പോകരുത്. അപ്പോഴുണ്ട് മൂർക്കോത്ത് കുമാരൻ രംഗപ്രവേശനം ചെയ്തു. സി കൃഷ്ണൻ വക്കീലും മൂർക്കോത്ത് കുമാരനും ബോധാൻ സ്വാമിയെ സമീപിച്ചു. ബോധാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ചെയ്യുന്ന പ്രവൃത്തി വളരെ നല്ലതാണ്, ശ്രേഷ്ഠമാണ്. ജാതി വ്യത്യാസത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം. ശ്രീനാരായണ ഗുരുസ്വാമി തത്പാദങ്ങളും ജാതി വ്യത്യാസം ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് സ്വാമി ഗുരുദേവനെ ഒന്ന് കാണണം, ഗുരുദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അപ്പോൾ ബോധാൻ സ്വാമി പറഞ്ഞു, ഗുരുദേവൻ ശാന്തിയുടെ മാർഗമാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്. ഇന്നത്തെ കാലത്ത് ഈ ശാന്തിയും സമാധാനവും പോരാ, സവർണൻ്റെ മുഷ്കിനെ മുഷ്ക് കൊണ്ട് നേരിട്ട് അടിച്ചൊതുക്കണം, അല്ലാതെ മാർഗമില്ല. അവസാനം നമ്മളുടെ മൂർക്കോത്ത് കുമാരനും കൃഷ്ണൻ വക്കീലും പറഞ്ഞു, സ്വാമി ഇത് ഗുരുദേവനോട് പറയൂ, ഗുരുദേവൻ അനുവദിച്ചാൽ ഗുരുദേവൻ്റെ ആശീർവാദത്തോടു കൂടി സ്വാമിക്കത് ചെയ്യാമല്ലോ. സ്വാമി ഗുരുദേവനേക്കാൾ ചെറുപ്പമാണ്. സന്യാസി ശിഷ്യന്മാർ ഗുരുവിനുമുണ്ട്, ബോധാൻ സ്വാമിക്കുമുണ്ട്. 2 പേർക്കും സുശക്തമായ സംഘടനയുണ്ട്. 2 പേരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുന്നു. ഗുരുദേവൻ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ദൂതനായി, ബോധാൻ സ്വാമി വിപ്ലവകാരിയായി മുന്നോട്ട് നീങ്ങുന്നു. അവസാനം ബോധാൻ സ്വാമി ഒരു തീരുമാനമെടുത്തു, ഗുരുദേവനെ ഒന്ന് കാണുക, തൻ്റെ സങ്കല്പങ്ങൾ, തൻ്റെ ചിന്തകൾ ഗുരുദേവനുമായി പങ്കുവയ്ക്കുക. ഈ മുഷ്കിനെ മുഷ്ക് കൊണ്ട് നേരിടണം, അടിച്ചൊതുക്കണം. അത് ഗുരുദേവൻ കൂടി അംഗീകരിച്ചാൽ എനിക്ക് വലിയ ബലവും ശക്തിയുമാകുമല്ലോ. ഈ ചിന്താഗതിയോടുകൂടി അദ്ദേഹം ഗുരുദേവനെ സമീപിച്ചു. ഗുരുദേവനുമായി ഒരു വാദപ്രതിവാദം തന്നെ നടത്താനാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ അങ്കണത്തിൽ ചാരുകസാലയിൽ വിശ്രമിക്കുന്ന ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ബോധാനന്ദൻ നടന്നത്. പക്ഷേ ഗുരുദേവൻ ഇങ്ങനെ ഒരു ചാരുകസാലയിൽ കിടക്കുന്നു. ബോധാനന്ദൻ ഇങ്ങനെ അടിവെച്ച് മുന്നോട്ട് വരുന്നു. ഒരൊറ്റ മുണ്ടെടുത്ത് ആ മുണ്ട് തന്നെ മൂടി പുതച്ച് ആജാനുബാഹുവായി അതിതേജസ്വിയായി. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ദണ്ടുണ്ട്, കമണ്ടലുമുണ്ട്. ഈ സന്യാസ ചിഹ്നങ്ങളോട് കൂടിയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഒരു ചാരുകസാലയെ കടന്ന് ആഗതനെ ഒന്ന് നോക്കി. ആഗതനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആഗതനായ ബോധാൻ സ്വാമി ഒരു നിമിഷം അവിടെ തരിച്ചു നിന്നുപോയി. ഗുരുദേവൻ്റെ തൃക്കണ്ണുകൾ, ആ ദിവ്യ ദൃഷ്ടികൾ തൻ്റെ ദേഹത്ത്, തൻ്റെ മുഖത്ത്, തൻ്റെ കണ്ണുകളിൽ പതിച്ചപ്പോൾ താൻ വേറൊരാളായി മാറുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. എന്തൊക്കെയോ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നി. എന്തോ അഭൗമമായ ഒരു ചൈതന്യം തന്നെ പിടിച്ച് വലിക്കുന്നതായി തോന്നി.
പിന്നെ യാന്ത്രികമെന്നോണം ഗുരുവിൻ്റെ സന്നിധാനത്തിൽ നടത്തെത്തി. ആ സന്നിധാനത്തിൽ ഗുരുവുമായി സംസാരിക്കാനോ വാദപ്രതിവാദമോ ഒന്നും നടത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ പാദങ്ങളിൽ തന്നെ വീണ് സമർപ്പിച്ചു. ഗുരുവിൻ്റെ പ്രത്യേകത, ഗുരുദേവൻ സങ്കല്പം ചെയ്ത് ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ എത്ര ഉന്നതരായ വ്യക്തിയാണെങ്കിലും അവർ ഗുരുവിന് കീഴ്പ്പെട്ടു പോകും. ആരൊക്കെ ഗുരുവിനെ വന്ന് കണ്ടിട്ടുണ്ടോ, വന്ന് കണ്ടവരെല്ലാം ഗുരുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നമസ്കരിക്കുകയും ചെയ്തുള്ളൂ. മഹാകവി ടാഗോർ ഈ വൈദ്യമഠത്തിൽ വെച്ച് ഗുരുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരു വൈദ്യമഠത്തിൻ്റെ മുറിയിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വന്നു. ടാഗോർ ആ വൈദ്യമഠത്തിൻ്റെ വരാന്തയിലേക്ക് കയറി ആജാനുബാഹുവായ ഗുരുവിനെ ഒന്ന് നോക്കി. ഗുരു തിരിച്ചു നോക്കി. അറിയാതെ കൈകൾ കൂപ്പിക്കൊണ്ട് ടാഗോർ ആദ്യം പറഞ്ഞത് "ഓ ഗ്രേറ്റ് സെയിൻറ്റ്" എന്നാണ്. ഈ വാക്കാണ് ആദ്യം പറഞ്ഞത്. മഹാത്മാഗാന്ധി ഗുരുവിൻ്റെ സന്നിധാനത്തിൽ വന്നു. മഹാത്മജിയും ഗുരുദേവൻ്റെ ദൃഷ്ടിപാതമേറ്റപ്പോൾ ഗുരുവിന് വിധേയരായിപ്പോയി. ആരൊക്കെയുണ്ടോ അവരെല്ലാം അങ്ങനെയാണ്. ബോധാനന്ദനും ഗുരുവിന് വിധേയനായിപ്പോയി. ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കുറച്ചു നേരം അവിടെ കടന്നു. എഴുന്നേറ്റു. ഭഗവാൻ മൊഴിഞ്ഞു, പ്രവർത്തനമെല്ലാം നാം അറിയുന്നുണ്ട്, അക്രമം അരുത്, എല്ലാവർക്കും സന്യാസം കൊടുക്കരുത്. ഒരു ഡസനോളം സന്യാസി ശിഷ്യന്മാരുണ്ട്. അവരുടെ സംഖ്യ വർദ്ധിപ്പിച്ച സ്വാമി മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും സന്യാസം കൊടുക്കരുത്, അക്രമം അരുത്, പ്രവർത്തനങ്ങൾ കൊല്ലാം. ബോധാനന്ദ സ്വാമി ഗുരുവിൻ്റെ മുമ്പിൽ എങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. ഗുരുവുമായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പുതിയൊരു സന്യാസി വന്ന് ഗുരുവിൻ്റെ ചുറ്റും നിൽക്കുന്ന കണ്ടപ്പോൾ പ്രഥമ ശിഷ്യനായ ശിവലിംഗസ്വാമി അദ്ദേഹത്തോട് പരിചയപ്പെട്ട് സംസാരിച്ചു. ഗുരുവിൻ്റെ ആദ്യ ശിഷ്യനാണെന്നറിഞ്ഞപ്പോൾ ബോധാനന്ദ സ്വാമിക്ക് ഗുരുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നായി. പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ശിവലിംഗസ്വാമി ബോധാനന്ദനെയും കൂട്ടിയാണ് പെരിങ്ങോട്ടുകരയ്ക്ക് പോകുന്നത്. പെരിങ്ങോട്ടുകരയിൽ ബോധാനന്ദ സ്വാമി ശിവലിംഗസ്വാമിയുടെ അന്തേവാസിയായി തന്നെ കുറേ നാൾ താമസിച്ചു. അങ്ങനെ ബോധാനന്ദ സ്വാമി ശ്രീനാരായണീയ മാർഗത്തിലായി. 1912 മെയ് മാസം 1-ാം തീയതി ഈ ശാരദാമഠത്തിൽ പ്രതിഷ്ഠ നടക്കുക. ഈ പ്രതിഷ്ഠാവേളയിൽ ബോധാനന്ദ സ്വാമിയും ശിഷ്യന്മാരും എത്തി. ബോധാനന്ദ സ്വാമിയും ശിഷ്യന്മാരും എത്തി. ബോധാനന്ദ സംഘം ശ്രീനാരായണ സംഘത്തിൽ ലയിച്ച് വിലയം പ്രാപിച്ചു. ബോധാനന്ദ സംഘം ഇതോടുകൂടി അസ്തമിച്ചു. ബോധാനന്ദ സംഘം ശ്രീനാരായണ ശിഷ്യ സംഘമായി മാറി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ബോധാനന്ദ സ്വാമിയും ശിഷ്യന്മാരും അന്ന് ഗുരുദേവൻ്റെ ശിഷ്യസംഘത്തിൽ ചേർന്നില്ല എന്നങ്ങ് വിചാരിക്കുക. ബോധാനന്ദ സ്വാമി ഈ ധർമ്മഭടസംഘവുമായി തന്നെ മുന്നോട്ട് പോയി എന്ന് വിചാരിക്കുക. ഗുരുദേവ സംഘത്തിൽ ലയിച്ചില്ല. എങ്കിൽ ബോധാനന്ദ സ്വാമിയെ ഇന്നറിയുന്നതിനേക്കാൾ കൂടുതലായി കേരളീയർ അറിയുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. കേരളക്കരയിൽ ജീവിച്ച ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് തുടങ്ങിയ മഹാത്മാക്കളുടെ കൂടെ ബോധാനന്ദ സ്വാമിയും സ്മരിക്കപ്പെടുമായിരുന്നു.
ബോധാനന്ദ സംഘം ശ്രീനാരായണ സംഘത്തിൽ ലയിച്ചതോടുകൂടി അതിൻ്റെ അസ്തിത്വം പൂർണ്ണമായും ഇല്ലാതായി. പിന്നെ ബോധാനന്ദ സ്വാമി ഗുരുദേവൻ്റെ പ്രതിപുരുഷനായി. ഗുരുദേവ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ബോധാനന്ദ സംഘം സഹിച്ച ത്യാഗത്തിന് കണക്കില്ല. ഗുരുദേവൻ ഒരിക്കൽ അരുളി ചെയ്തു, ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ. ഗുരുദേവൻ്റെ തിരുവാണിയാണ്. ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ. അത്ര വലിയ ത്യാഗിയായി ബോധാനന്ദ സ്വാമി മാറി. സ്വാമിയുടെ ദീപ്തമായ ചരിതത്തെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെക്കാൻ സമയമില്ല. ഞാൻ സമഗ്രമായ ജീവിത ചരിത്രം, ഒരു 10-60 പേജ് വരുന്ന വലിയ ജീവിത ചരിത്ര ഗ്രന്ഥം സ്വാമിയുടെ എഴുതി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. നിങ്ങളതൊക്കെ വാങ്ങി വായിച്ചു പഠിക്കണം. എങ്കിലേ ബോധാനന്ദ സ്വാമികളുടെ മഹത്വത്തെയും സംഭാവനകളെയും വിലയിരുത്തുവാൻ സാധിക്കും. ബോധാനന്ദ സ്വാമി 1921 സ്ഥാപിച്ച ഒരു ബാങ്കുണ്ട്, കൊച്ചിൻ നാഷണൽ ബാങ്ക്. നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് വന്ന രാജേന്ദ്രബാബു അല്ലേ ഇരിക്കുന്നത്, അല്ലേ? 1921 ഈ ബോധാനന്ദ സ്വാമി 10 ലക്ഷം രൂപ സമാഹരിച്ച് കൊച്ചിൻ നാഷണൽ ബാങ്ക് ആരംഭിച്ചു. നമ്മൾ ഈ 2024 നിൽക്കുക. 103 വർഷം കഴിഞ്ഞു. ഇന്നും നമ്മെ സംബന്ധിച്ച് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുകയാണ്. ഇന്നും നമുക്കൊരു ബാങ്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. നീ ശ്രീനാരായണ ഭക്തന്മാർ എവിടെ ഇരുന്ന് ചിന്തിക്കണം. ബോധാനന്ദ സ്വാമി എന്നുള്ള മഹാത്മാവിൻ്റെ വീക്ഷണം എന്തായിരുന്നു, ചിന്ത എന്തായിരുന്നു, പ്രവർത്തന ശൈലി എന്തായിരുന്നു? ഇന്ന് ശ്രീനാരായണ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ധനവാന്മാർ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. എങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ ധനവാന്മാരുണ്ടായെന്നറിയാമോ? കൊച്ചിൻ നാഷണൽ ബാങ്കിൻ്റെ സഹായമാണ്. നമ്മുടെ മഹാസമാധി മന്ദിരം നിർമ്മിച്ച MP മൂത്തയിടത്ത്, ആ MP മൂത്തയിടത്തിന് ബിസിനസ് ചെയ്യുവാൻ കോൺട്രാക്ടറായിരുന്നു അദ്ദേഹം. ആ കോൺട്രാക്ടർ വേല ചെയ്യിപ്പിക്കുവാൻ ആവശ്യമായ ഇന്ധനം വേണം, ധനം വേണം. ആ ധനം നൽകി സഹായിച്ചത് കൊച്ചിൻ നാഷണൽ ബാങ്കാണ് മൂത്തയിടത്തിന്. നമ്മുടെ ശാരദാമഠത്തിൻ്റെ പുറകിൽ കാണുന്ന മതിൽ അത് കെട്ടിയത് തൃശ്ശൂരിലെ കോന്നി മേസ്ത്രിയാണ്. കോന്നി മേസ്ത്രി ബിസിനസ്സുകാരനായത്, വ്യവസായിയായത് കൊച്ചിൻ നാഷണൽ ബാങ്കിൻ്റെ സഹായത്തിലാണ്. തൃശ്ശൂരിൽ ഇന്ന് എലൈറ്റ് ഗ്രൂപ്പുണ്ട്, കോഴിപ്പറമ്പൻ ഗ്രൂപ്പുണ്ട്, നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾക്കൊക്കെ സാമ്പത്തികമായ സഹായം ലഭിച്ചത് കൊച്ചിൻ നാഷണൽ ബാങ്കാണ്. ആ കൊച്ചിൻ നാഷണൽ ബാങ്ക് 21 ആരംഭിച്ചു. 28 സ്വാമി സമാധിയായി. 7 വർഷക്കാലം നന്നായി പ്രവർത്തിച്ചു. പക്ഷേ സ്വാമിയുടെ സമാധിക്ക് ശേഷം അത് ഏറ്റെടുത്ത് നടത്തുവാൻ ആളില്ലാതെ പോയി. ആ കൊച്ചിൻ നാഷണൽ ബാങ്കിൻ്റെ ആശയങ്ങൾ, ലക്ഷ്യങ്ങൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, പഠിപ്പിക്കുക, കുട്ടികൾക്ക് താമസിക്കുന്നതിന്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കുന്നതിന് ഹോസ്റ്റലുകൾ സൗജന്യമായി സ്ഥാപിക്കുക, വിധവകളെ സഹായിക്കുക, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക. എത്രയെത്ര സേവനങ്ങൾ കൊച്ചിൻ നാഷണൽ ബാങ്ക് രാജ്യത്ത് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? അത്ര ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിച്ച എത്ര ഗുരുദേവ ശിഷ്യന്മാർ നമുക്കുണ്ട്. സ്വാമി 1926 തീരുമാനിച്ചു, ശ്രീനാരായണ സമൂഹം കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹം,
ഈ ശ്രീനാരായണ സമൂഹം ഹിന്ദു മതത്തിൽ സവർണൻ്റെ അടിയുമേറ്റ് അയിത്തവും ആചരിച്ച് എത്ര ശ്രമിച്ചിട്ടും അയിത്തം മാറുന്നില്ല. സഹോദരനയ്യപ്പൻ കവിത എഴുതി ഉപ്പില്ലാത്ത ഒരു കിണർ കുത്തുന്നതിന് തുല്യമാണ് ജാതിയില്ലാത്ത ഹിന്ദുമതം ഉണ്ടാക്കുന്നത്. ഉപ്പില്ലാത്ത കിണർ, ഉപ്പുവെള്ളം നിറഞ്ഞ കിണർ, ആ കിണറ്റിലെ ഉപ്പ് മാറ്റുന്നതിന് തുല്യമാണ് ജാതിയില്ലാത്ത ഹിന്ദുമതം ഉണ്ടാക്കുന്നത്. സഹോദരനയ്യപ്പൻ എഴുതി. ബോധാനന്ദ സ്വാമി തീരുമാനിച്ചു, നാം എന്നും ഈ സവർണ സമുദായങ്ങളുടെ ചവിട്ടേറ്റ് ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ, നമുക്ക് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കണം. എന്തുകൊണ്ട് നമുക്കൊരു ശ്രീനാരായണ മതം ആയിക്കൂടാ? ശ്രീനാരായണ മതം 1920 ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുള്ള സന്ദേശം നൽകിയത്. ആ സന്ദേശം നൽകിക്കഴിഞ്ഞ ഉടൻ തന്നെ ഗുരുദേവൻ്റെ ശിഷ്യപ്രമുഖനായിരുന്ന ശിവപ്രസാദ സ്വാമി, ഗുരുദേവൻ്റെ മതം ഇപ്പോൾ വെളിപ്പെട്ടു. ശിവപ്രസാദ സ്വാമി SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ദേവസ്വം സെക്രട്ടറിയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകൻ ആരെന്ന് ചോദിച്ചാൽ ശിവപ്രസാദ സ്വാമിയാണ്. ആലുവയിൽ നടന്ന സർവ്വമത സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രസംഗം ശിവപ്രസാദ സ്വാമിയുടേതായിരുന്നു. ആ ശിവപ്രസാദ സ്വാമി 1920 എഴുതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുള്ള സന്ദേശം തൃപ്പാദങ്ങൾ ലോകത്ത് നൽകിയതോടുകൂടി അവിടുത്തെ മതവും വെളിപ്പെട്ടു, ശ്രീനാരായണ മതം. അതിനെ സ്വീകരിച്ചുകൊണ്ട് 1923 മഹാകവി കുമാരനാശാൻ C. കൃഷ്ണൻ വക്കീലിന് ഒരു കത്തയച്ചു. കൃഷ്ണൻ വക്കീൽ പറഞ്ഞു, നമ്മളെല്ലാം മതം മാറി ബുദ്ധമതക്കാരാണ്. CV കുഞ്ഞിരാമൻ പറഞ്ഞു, മതം മാറി ക്രിസ്ത്യാനികളാണ്. ഇനിയും ചിലർ പറഞ്ഞു സിഖുകാരാകണം, ചിലർ പറഞ്ഞു മുസ്ലിങ്ങളാകണം. അപ്പോൾ കുമാരനാശാൻ C. കൃഷ്ണൻ വക്കീലിന് അയച്ച കത്തിൽ പറഞ്ഞു, ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ സങ്കല്പം ഏതാണോ അതാണ് നമ്മുടെ മതം. അത് വിട്ട് നമുക്ക് ആർക്കും വേറെ ഒരിടത്തും പോകാൻ സാധിക്കില്ല. നമുക്ക് ക്രിസ്ത്യാനിയാകാനോ ഇസ്ലാം ആകാനോ ബുദ്ധമതക്കാരനാകാനോ വേറൊരു മതസ്ഥനാകാനോ സാധിക്കില്ല. നാം എല്ലാം ശ്രീനാരായണീയരാണ്. മതകാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ശ്രീനാരായണ മതത്തിൽപ്പെടുന്നു. 1923 കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ മതം എന്ന പേരിൽ 26 ബോധാനന്ദ സ്വാമി പറഞ്ഞു കൊടുത്ത് C. പരമേശ്വര മേനോൻ, അദ്ദേഹമാണ് സ്വാമി ധർമ്മതീർത്ഥരായത്, ശിവഗിരി മഠത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായി ഗുരുദേവൻ നിയോഗിച്ചു. ആ പരമേശ്വര മേനോൻ സ്വാമി ധർമ്മതീർത്ഥക്ക് ബോധാനന്ദ സ്വാമി പറഞ്ഞു കൊടുത്തൊരു പുസ്തകം എഴുതിച്ചു. ആ ഗ്രന്ഥത്തിൻ്റെ പേര് ശ്രീനാരായണ മതം എന്നാണ്. ആ ശ്രീനാരായണ മതം എന്ന പുസ്തകം കണ്ടെടുത്ത് ഞാൻ അച്ചടിച്ചിട്ടുണ്ട്, പുസ്തകശാലയിൽ നിങ്ങൾക്ക് വായിക്കാം. എന്താണ് ശ്രീനാരായണ മതം എന്നതിൻ്റെ അകത്ത് സവിസ്തരമായി പറയുന്നുണ്ട്. കുറേ ആളുകൾ ഹിന്ദുക്കൾ, കുറേ ആളുകൾ ക്രിസ്ത്യാനികൾ, കുറേ മുസ്ലിങ്ങൾ, ബുദ്ധമതക്കാർ, ഇതിലൊന്നും വിശ്വാസമില്ലാതെ കഴിയുന്ന ലക്ഷങ്ങളുണ്ട്. ഈ മതങ്ങളിലൊക്കെ വിശ്വസിച്ചാലും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുള്ള ആദർശത്തിൽ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ശ്രീനാരായണ മതം. ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് നമുക്കും ഒരു ശ്രീനാരായണ മതം ആയിക്കൂടാ എന്ന്. ഇന്നത്തെ പോക്കൊക്കെ കണ്ടിട്ടേ ഒരു ശ്രീനാരായണ മതം തന്നെ വേണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പിന്നെ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നുകൊണ്ട് അത് പുറമെ വെളിയിൽ പ്രഖ്യാപിക്കുന്ന അത്ര ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. വ്യക്തിഗതമായ കാഴ്ചപ്പാടിൽ എൻ്റെ അഭിപ്രായം അതാണ്. കാരണം നാം എത്രയേറെ ഉയർന്നു വന്നാലും
സാമ്പത്തികപരമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നാം എത്രയേറെ ഉയർന്നു വന്നാലും ഇന്നും ഹിന്ദുമതത്തിൽ സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾ അയിത്തം കൽപ്പിച്ച് നമ്മെ അയക്കറ്റി നിർത്തുന്നില്ലേ? ഇതല്ല ഇന്നത്തെയും സ്ഥിതി. ചിന്തിച്ചു നോക്കൂ. ഏതായാലും ദീർഘവീക്ഷണത്തോടുകൂടി ബോധാനന്ദ സ്വാമി ശ്രീനാരായണ മതം എന്നുള്ള ആശയത്തിന് രൂപം നൽകി. 1927 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗത്തിന് നൽകിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ അവിടുന്ന് പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സനാതനധർമ്മം ഒരു മതമാകുന്നു. മതപരിവർത്തനം വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള സനാതനധർമ്മത്തിലേക്ക് മതം മാറിക്കൊള്ളട്ടെ. അതല്ലാതെ ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ മറ്റൊരു മതത്തിലും പോയി ചേരേണ്ട കാര്യമില്ല. ഇത് ഗുരുദേവൻ 1927 കുട്ടനാട്ടിലെ പള്ളാത്തുരുത്തിയിൽ SNDP യോഗത്തിൻ്റെ വാർഷികത്തിന് നൽകിയ സന്ദേശമാണ്. ഏതായാലും ശ്രീനാരായണ ഭക്തന്മാരായ നിങ്ങളെല്ലാവരും ഉണർന്ന് ചിന്തിക്കുക. ബോധാനന്ദ സ്വാമി 1925 ഗുരുദേവൻ്റെ അനന്തരഗാമിയായി അഭിഷിക്തനായി. അനന്തരഗാമി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുരുദേവൻ മഹാസമാധിയായാൽ ശ്രീനാരായണ സമൂഹത്തിൻ്റെ ഗുരുദേവൻ്റെ സ്ഥാനം. ഗുരുദേവൻ്റെ ആ സ്ഥാനം ബോധാനന്ദ സ്വാമിക്ക് ഗുരു നൽകി. ബോധാനന്ദ സ്വാമി അപ്പോൾ പറഞ്ഞത്, ഗുരുദേവൻ മഹാസമാധിയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ ഗുരുവിനോടൊപ്പം ഉണ്ടാകും, ഞാൻ പിന്നെ ഉണ്ടാകില്ല. പക്ഷേ ഗുരുവിൽ ഏറ്റവും വിശ്വസ്തനായിരുന്നത് ബോധാനന്ദ സ്വാമിയായിരുന്നു. ബോധാനന്ദ സ്വാമിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആശ്രമം എന്ന കൃതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തുചേർന്ന ആളായിരുന്നു ബോധാനന്ദ സ്വാമി. അതുകൊണ്ട് ബോധാനന്ദ സ്വാമി തന്നെ ആ സ്ഥാനത്തിരിക്കണമെന്ന് ഗുരുദേവൻ്റെ നിർബന്ധ ബുദ്ധിയുമായിരുന്നു. അങ്ങനെ ഗുരുദേവൻ്റെ വലിയ മുക്കുവനായി, യേശുക്രിസ്തു വലിയ മുക്കുവനായി പത്രോസ് എന്നുള്ള ശിഷ്യനെയാണ് നിയോഗിച്ചത്. ശ്രീബുദ്ധ ഭഗവാൻ ആനന്ദ ഭിക്ഷുവിനെ നിയോഗിച്ചു. ശ്രീ ശങ്കരാചാര്യ പത്മപാദരെ നിയോഗിച്ചു. ശ്രീനാരായണ ഗുരുദേവന ബോധാനന്ദ സ്വാമിയെ അനന്തരഗാമിയായി പ്രഖ്യാപിച്ചു, അഭിഷേകം ചെയ്തു ശാരദാമഠത്തിൽ വെച്ച്. ആ ഇടയ്ക്ക് SNDP യോഗത്തിൻ്റെ യോഗം ചേർന്നു. SNDP യോഗം പ്രസിഡന്റ് ഗുരുദേവനാണ്. അന്ന് SNDP യോഗത്തിൻ്റെ മീറ്റിംഗ് ഇന്നത്തെ പോലെ 1 മണിക്കൂറല്ല, ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കും. അങ്ങനെ നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുക്കും. ആ താൽക്കാലിക അധ്യക്ഷൻ്റെ ചുമതലയിലാണ് യോഗം നടക്കുന്നത്. അദ്ദേഹമാണ് പിന്നെ യോഗം നിയന്ത്രിക്കുന്നത്. ബോധാനന്ദ സ്വാമിയെ 1926 SNDP യോഗത്തിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു വാർഷികത്തിൽ. അങ്ങനെ SNDP യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് സ്വാമിയെ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, ഗുരുദേവൻ്റെ അനന്തരഗാമി എന്ന നിലയിൽ ബോധാനന്ദ സ്വാമിയെ ഗുരുദേവന് അനന്തരഗാമിയായി അഭിഷേകം ചെയ്തതുകൊണ്ട് ഗുരുദേവൻ SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റായി ബോധാനന്ദ സ്വാമിയെ നിശ്ചയിച്ചു. ഗുരുദേവൻ മഹാസമാധിയായി കഴിഞ്ഞാൽ ബോധാനന്ദ സ്വാമി SNDP യോഗത്തിൻ്റെ സ്ഥിരാധ്യക്ഷൻ. ഇതായിരുന്നു തീരുമാനം. ഈ തീരുമാനമെടുത്ത് സന്തോഷപൂർവ്വം SNDP യോഗത്തിൻ്റെ മീറ്റിംഗ് പിരിഞ്ഞു. അപ്പോഴുണ്ട് ഒരു വ്യക്തി, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഒരു വ്യക്തി ഉണർന്നെഴുന്നേറ്റു. അദ്ദേഹം യോഗാംഗങ്ങളെ ആയിട്ടെല്ലാം ചർച്ച ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ബോധാനന്ദ സ്വാമിയെ നമ്മൾ അനന്തരഗാമിയായിട്ട് ഗുരുദേവൻ്റെ അനന്തരഗാമി എന്ന പേരിൽ ഇനി ഒരു സന്യാസിയെ നമ്മൾ ചുമക്കണമോ
SNDP യോഗത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ബോധാനന്ദ സ്വാമിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഇതറിഞ്ഞപ്പോൾ ബോധാനന്ദനെ അവരാക്ഷേപിച്ചുവല്ലോ എന്ന് ഗുരുദേവൻ. അപ്പോഴാണ് മൊഴിഞ്ഞത്, ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ. ബോധാനന്ദ സ്വാമി ശിവഗിരി മഠം വിട്ടു, തമിഴ്നാട്ടിൽ പോയി താമസമാക്കി. പിന്നെയാണ് ഗുരുദേവൻ ദീർഘമായൊരു സഞ്ചാരത്തിന് പോയത്. ആ സഞ്ചാരത്തിൻ്റെ കാര്യം എന്താണെന്ന് സൂമൺ അഴീക്കോട് അടക്കം ആർക്കും അറിഞ്ഞുകൂടാ. എഴുതിയിട്ടുണ്ട് പലരും ഗുരുവിൻ്റെ ദുഃഖം. എന്താണ് ആ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ്. ബോധാനന്ദ സ്വാമി ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി, ആക്ഷേപിച്ചു. ബോധാനന്ദ സ്വാമിയുടെ വിട്ടുപോയി, ഗുരുവിൻ്റെ വാക്കിനെ ധിക്കരിച്ചു. ആ ഒറ്റ കാരണം. പിന്നെ ഒരു സങ്കല്പം, മഹാഗുരുവിൻ്റെ സങ്കല്പം അവിടുന്ന് തൃശ്ശൂരിൽ പർലിക്കാട് എഴുന്നള്ളി ഒരു പ്രതിഷ്ഠയ്ക്ക്. അപ്പോഴാണ് പരമേശ്വര മേനോൻ അവിടെ എത്തിയത്. ആ പരമേശ്വര മേനോൻ വക്കീലായിരുന്നു തൃശ്ശൂർ ബാറിലെ. അതെല്ലാം ഉപേക്ഷിച്ച് മേനോൻ ഇവിടെ വന്നു. ശിവഗിരി മഠത്തിൻ്റെ മാനേജരായ ഗുരു നിയോഗിച്ചു. പരമേശ്വര മേനോനോട് പറഞ്ഞു, ബോധാനന്ദ സ്വാമി തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ആശ്രമം ശ്രീനാരായണ സേവാസംഘം സ്ഥാപിച്ച് പ്രവർത്തിക്കുക, ബോധാനന്ദനെ പോയി വിളിച്ചോണ്ട് വരണം. അങ്ങനെ പരമേശ്വര മേനോൻ പോയി ബോധാനന്ദ സ്വാമിയെ വിളിച്ചുകൊണ്ട് വരുന്നു. പരമേശ്വര മേനോനോട് ബോധാനന്ദ സ്വാമി പറഞ്ഞു, എനിക്ക് വേണ്ടി ശിവഗിരിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയാൽ ഞാൻ വരാം. ഞാൻ ചെയ്യാം സ്വാമി. അങ്ങനെ രണ്ടുപേരുമായി മടങ്ങിയെത്തി. SNDP യോഗം സ്ഥാപിക്കുന്നതിനും ഗുരുദേവന് 2 ഉപകരണമായിരുന്നു കുമാരനാശാനും ഡോക്ടർ പൽപ്പു. ഗുരുദേവൻ്റെ കയ്യിലെ 2 ഉപകരണങ്ങളാണ് ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും. അതുപോലെ സന്യാസി സംഘം, ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘം സ്ഥാപിക്കാൻ ഗുരുദേവൻ്റെ കയ്യിലെ 2 ഉപകരണങ്ങളായി ബോധാനന്ദ സ്വാമിയും ധമ്മതീർത്ഥ സ്വാമി എന്ന ഈ പരമേശ്വര മേനോനും തൃശ്ശൂരിലെ കൂർക്കഞ്ചേരിയിൽ വെച്ച് ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചു. ബോധാനന്ദ സ്വാമി അതിൻ്റെ പ്രസിഡൻറ്റും ധമ്മതീർത്ഥ സ്വാമി അതിൻ്റെ സെക്രട്ടറി. ഗുരുദേവൻ ആ സംഘം സ്ഥാപിച്ചതിന് ശേഷം തൃശ്ശൂരിൽ നിന്നും കോട്ടയത്ത് എഴുന്നള്ളി ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം നൽകി. അവിടെ നിന്നും വൈക്കത്തേക്ക് പോയി. വൈക്കത്ത് വെച്ച് സന്യാസിമാരുടെ യോഗം ചേർന്നു. സന്യാസിമാർക്കെല്ലാം ഓരോരോ നിർദ്ദേശങ്ങൾ നൽകി. മുൻപൊരിക്കൽ സന്യാസിമാരോട് ഗുരുദേവൻ ഒരു ചോദ്യം ചോദിച്ചു. കൂടെ ഇരിക്കുമ്പോൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പറയാം. ശങ്കരാൻ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശങ്കരാൻ സ്വാമി പറഞ്ഞു, എന്നും ഗുരുദേവൻ്റെ ഭക്തനായിരുന്നാൽ മതി, വേറൊരാഗ്രഹം എനിക്കില്ല, എന്നും ഗുരുദേവൻ്റെ ഭക്തനായിരുന്നാൽ മതി. വേറെ ശിഷ്യൻ കുമാരാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. കുമാരാനന്ദ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കുമാരാനന്ദ സ്വാമി പറഞ്ഞു, ഒരിക്കലും അന്നം മുട്ടരുത്, ആഹാരം മുട്ടരുത്. അങ്ങനെ ഓരോരുത്തരും ആഗ്രഹം പറഞ്ഞു. ബോധാനന്ദ സ്വാമിയോട് ഗുരുദേവൻ ചോദിച്ചു, എന്താണ് ബോധാനന്ദൻ്റെ ആഗ്രഹം? ബോധാനന്ദൻ പറഞ്ഞു, എന്നും ഗുരുദേവനോടൊപ്പം ഉണ്ടാകണം, ഈ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്നും ഗുരുദേവനോട് ഒപ്പം ഉണ്ടാകണം, ഈ ഒരു ആഗ്രഹമേ ഉള്ളൂ. അന്ന് കേശവന് വേദാന്തി എന്നുള്ള ഒരാളുണ്ടായിരുന്നു. കേശവൻ വേദാന്തിക്ക് മാറാത്ത വയറ്റുവേദനയുള്ള ആളാണ്. ഗുരുവിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ വയറ്റുവേദന മാറും, പക്ഷെ അദ്ദേഹം പറയില്ല, വേദാന്തിയാണ്. കേശവൻ വേദാന്തിൻ്റെ മുഖത്തേക്ക് ഗുരുദേവൻ നോക്കിയപ്പോൾ കേശവൻ വേദാന്തി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ഗുരു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിക്കൊള്ളാം.
വേദാന്തികൾ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും നേടണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിക്കൊള്ളാം, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. ബോധാനന്ദ സ്വാമി എന്നും ഗുരുവിനോടൊപ്പം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത്. കന്നി 5-ാം തീയതി ഭഗവാന്റെ മഹാസമാധി. ആ സമയത്ത് ബോധാനന്ദ സ്വാമിക്ക് നല്ല സുഖമില്ലായിരുന്നു. സ്വാമിക്കൊരു പനി വന്നു. കഠിനമായ പനിയായിട്ടിരിക്കുന്ന സമയത്താണ് ഗുരുദേവൻ്റെ മഹാസമാധി. സ്വാമിയുടെ കണ്ണിടറി, കണ്ണുകളിൽ കൂടി കണ്ണീർ കണങ്ങ ധാരധാരയായി പ്രവഹിച്ചു. ബോധാനന്ദ സ്വാമിയെ ശിവഗിരിയിലേക്ക് അതിപ്പോൾ സ്വാമി ഇവിടെ ഇല്ല, വെളിയിലാണ്. സ്വാമിയെ ശിവഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഭഗവാന്റെ സന്നിധാനത്തിലെത്തി ഗുരുദേവൻ്റെ മഹാസമാധി സംബന്ധിച്ച് എന്തൊക്കെ ചടങ്ങുകൾ നടത്തണം അതെല്ലാം തീരുമാനിക്കേണ്ടത് ബോധാനന്ദ സ്വാമിയാണ്. ബോധാനന്ദ സ്വാമി എല്ലാ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകി. അതൊന്നും പറയുവാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല. ഞാൻ ഗുരുദേവൻ്റെ മഹാസമാധി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇതെല്ലാം സവിസ്തരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഗുരുദേവൻ്റെ മഹാസമാധി. അപ്പോൾ ആ മഹാസമാധി സംബന്ധിച്ച് ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും ബോധാനന്ദ സ്വാമികൾ നിർവഹിച്ചു. കന്നി 5, കന്നി 6, കന്നി 7-ാം തീയതിയോട് ഉച്ചയോടുകൂടിയാണ് ഭഗവാന്റെ ദിവ്യ കളേബരം മഹാസമാധിയിൽ സമ്പൂർണമായും ഇരുത്തുന്നത്. ഭസ്മവും കർപ്പൂരവും ആ കുഴിയിലിട്ടു. അന്നുണ്ടായിരുന്ന ഗുരുവിൻ്റെ ഭക്തരായിരിക്കുന്ന ആളുകൾ, സ്ത്രീകൾ, ജനങ്ങൾ പ്രത്യേകിച്ച് കയ്യിലും കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ധാരാളം ഊരി ഗുരുവിൻ്റെ മഹാസമാധിയിലിട്ടു. പിച്ചമ്മാൾ എന്നൊരു മഹതി ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ ആദ്യ ശിഷ്യയാണ് പിച്ചമ്മാൾ. ശൈവപ്പിള്ളയാണ്, തമിഴ്നാട്ടുകാരിയാണ്. ആ പിച്ചമ്മാൾ പിന്നെ ആഭരണം ധരിച്ചിട്ടില്ല. അവരുടെ ദേഹത്തുണ്ടായിരുന്ന വലിയ ധനവാന്മാരായിരുന്നു. അവരുടെ ദേഹത്തുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും ഭഗവാന്റെ മഹാസമാധിയിൽ സ്ഥാപിച്ചു. കന്നി 7 പോയി മറഞ്ഞു. കന്നി 8-ാം തീയതി ബോധാനന്ദ സ്വാമി അപ്പോൾ ഗുരുവാണ്. ഗുരു ശിഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടി. ഓരോ കാര്യങ്ങളും സ്വാമി പറഞ്ഞ് ഏർപ്പാടുകളൊക്കെ ചെയ്തു. സംഭാഷണം ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രി മുന്നോട്ട് നീങ്ങി. വെളുപ്പിനെ 3:30 മണിയായി. സ്വാമി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടുന്ന് മെല്ലെ മൊഴിഞ്ഞു. സ്വാമി തൃപ്പാദങ്ങൾ ചക്രവാള സീമയിൽ നിന്നും താഴോട്ടിറങ്ങി വരുന്നു. നല്ലവണ്ണം സ്വാമിക്ക് കാണാം. ഗുരുദേവൻ ഇറങ്ങി വരുന്നു. ഗുരുദേവൻ്റെ തൃക്കരം എന്നെ മാടി വിളിക്കുന്നു. എനിക്ക് പോകേണ്ട സമയമായി, യാത്രയാകുന്നു. കണ്ണുകളടച്ച് ധ്യാനത്തിൽ ലയിച്ച് ബോധാനന്ദ സ്വാമി മഹാസമാധിയായി. എന്ത് അത്ഭുതകരമായിരുന്നു സ്വാമിയുടെ സമാധി എന്ന് നിങ്ങൾ ഓർക്കുക. എന്നും ഗുരുവിനോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ സഫലീകൃതമായി. ശിവഗിരിയിൽ ഗുരുദേവൻ ശാരദയെ പ്രതിഷ്ഠിച്ചു. ഇന്ന് മഹാസമാധി നിൽക്കുന്നിടത്ത് പണ്ട് ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ദേവനായി ദേവിയായി. ഇന്ന് ബോധാനന്ദ സ്വാമിയുടെ സമാധി നിൽക്കുന്നിടത്ത് പണ്ടൊരു വേല്, സുബ്രഹ്മണ്യനെ സങ്കല്പിച്ചൊരു വേല് പ്രതിഷ്ഠിച്ചിരുന്നു. ഇപ്പം ദേവിയായി, ശിവനായി, വേല്, സുബ്രഹ്മണ്യനായി. ആ കുടുംബത്തിൽ ഇനി ഒരാളും കൂടിയുണ്ട്, ഗണപതി. ഗണപതിയെ കൂടി വേണ്ടേ എന്ന് ചില ശിഷ്യന്മാർ ഗുരുദേവനോട് ഉണർത്തിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അതിന് നമ്മുടെ ബോധാനന്ദനുണ്ടല്ലോ. ബോധാനന്ദ സ്വാമിക്ക് ഗണപതി പ്രത്യക്ഷ സിദ്ധമായിരുന്നു, സർവദാ പ്രത്യക്ഷമായിരുന്നു. കൊച്ചു കുട്ടികൾ, ഓമനത്തുള്ള കുട്ടികൾ വന്നാൽ ഗുരുദേവൻ ബോധാനന്ദ സ്വാമി കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നോക്കാൻ പറയും. അപ്പോൾ ആ വിരലിനെവിടെയൂടെ ഗണപതി തലയാട്ടി നിൽക്കുന്ന കാണാം. അങ്ങനെ എത്ര സംഭവങ്ങൾ ഞാൻ ആ ബോധാനന്ദ സ്വാമിയുടെ ജീവചരിത്രത്തിൽ അതിൽ നല്ലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് പഠിക്കണമെങ്കിലേ നമുക്ക് ഗുരുവിനെയും ശിഷ്യന്മാരെ അറിയാൻ സാധിക്കും.
ഏതായാലും ശിവഗിരിയുടെ വിഘ്നേശ്വരനായി ബോധാനന്ദ സ്വാമി മഹാസമാധിയിലേക്ക് നാം പോകുമ്പോൾ അവിടെ പ്രതിഷ്ഠാപിതമായിരിക്കുന്നു. നിങ്ങളൊക്കെ ബോധാനന്ദ സ്വാമിയെ കയറി തൊഴുത് നമസ്കരിച്ചാണോ പോകുന്നത്? അതേ സല്യൂട്ട് അടിച്ചു പോവുക. ചിലർ കണ്ടില്ല എന്ന് അടിച്ച് തന്നെ പോകുന്നവരുണ്ട്. അപ്പോൾ അവിടെ കയറി തൊഴുത് നമസ്കരിച്ച് പോകണം. വരും വർഷങ്ങളിൽ നമുക്ക് ബോധാനന്ദ സ്വാമിയുടെ ജയന്തി ജനുവരി മാസം 28-ാം തീയതി, അന്നാണ് ബ്രഹ്മവിദ്യാലയം ആരംഭിച്ചത്. ബ്രഹ്മവിദ്യാലയം ആരംഭിച്ച് ജനുവരി 28-ാം തീയതി ആയിരുന്നു ബോധാനന്ദ സ്വാമിയുടെ ജയന്തി. ഈ കന്നി 8, രാത്രി നേരം വെളുക്കെ, കന്നി 9, രാവിലെ 3:30 സ്വാമിയുടെ മഹാസമാധി. സ്വാമി ഓർക്കുക. അശങ്കൻ സ്വാമി ചെയ്ത ലഘുപ്രസംഗത്തിൽ പറഞ്ഞു, സ്വാമി എഴുതിയ പ്രാർത്ഥന ഒരു കൃതി, മാനത്തു മൊഴിയിലും ആഴിയിലും എന്നുള്ള കൃതി, എത്ര ശ്രേഷ്ഠമായ ഇമ്പമാർന്ന കൃതി, ഈശ്വര പ്രാർത്ഥന. സ്വാമി നല്ല കവിയായിരുന്നു. അദ്ദേഹം ജാതി മുഷ്കരം എന്ന് പറഞ്ഞ് വേറൊരു കവിത എഴുതിയിട്ടുണ്ട്. വേറെയും കവിതകൾ സ്വാമിയുടേതുണ്ട്, പക്ഷേ കണ്ടെടുക്കാനൊന്നും സാധിച്ചില്ല. നല്ല കവിയായിരുന്നു, പത്രാധിപരായിരുന്നു, സംഘാടകനായിരുന്നു, ഗുരുവിൻ്റെ അനന്തരഗാമി, ശ്രീനാരായണ മതത്തിൻ്റെ പ്രോദ്ഘാടകൻ. ഇങ്ങനെ നിരവധി രംഗങ്ങളിൽ ബോധാനന്ദ സ്വാമി അവിസ്മരണീയനാണ്. ഒരു കാര്യം കൂടി, ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുമ്പോൾ ബോധാനന്ദ സ്വാമിക്ക് 46 വയസ്സേ പ്രായമുള്ളൂ. ഗുരുദേവന് 73 വയസ്സും ബോധാനന്ദ സ്വാമിക്ക് 46 വയസ്സും. ഗുരുവിൻ്റെ മഹാസമാധി കഴിഞ്ഞ് കുറച്ച് കാലം കൂടി ആ മഹാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. നമുക്ക് ഭാഗ്യദോഷങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ബോധാനന്ദ സ്വാമിയുടെ ഈ മഹാസമാധി. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ 16ഉം 17ഉം തീയതികളിൽ 2 ദിവസങ്ങളിലായി പ്രവാസി സംഗമം ശിവഗിരി വെച്ച് നടന്നു. ഇതം പ്രഥമമായ സംഗമം. ഭാരതത്തിന് വെളിയിലുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംഗമം നടന്ന് 2 ദിവസങ്ങളിലായി. ആദ്യമായിട്ടാണ് അങ്ങനൊരു ചടങ്ങ് നടക്കുന്നത്. ഇനിയിപ്പോൾ താമസിയാതെ തന്നെ നമ്മൾ നടത്താൻ പോകുന്നൊരു ചടങ്ങ് ഇന്ത്യയിലുള്ള ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ട്. ഇന്ത്യയിലുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയും കേരളം വിട്ട ഓരോ സംസ്ഥാനങ്ങളിലും ഗുരുദേവ പ്രസ്ഥാനത്തിന് തുല്യമായി ഓരോ സമുദായങ്ങളുണ്ട്. കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിൽ ഇല്ലത്ത് പിള്ളമാർ, കർണാടകത്തിൽ ബില്ലവർ, ഗോവയിൽ, ആന്ധ്രയിൽ, മഹാരാഷ്ട്രയിൽ ഭണ്ഡാരി, ഇങ്ങനെ പല 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 സമൂഹങ്ങൾ. ആ സമൂഹങ്ങളെല്ലാം ഗുരുദേവനെ ഗുരുവായി സ്വീകരിച്ചിട്ടുണ്ട്. ആ സമൂഹങ്ങളുടെ കൂട്ടായ്മ അത് ശിവഗിരി തീർത്ഥാടനത്തിന് മുമ്പ് 2 ദിവസങ്ങളിലായി നടത്തും. ആ കൂട്ടായ്മയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അതവിടെ ഇരിക്കുന്ന രാജേന്ദ്രബാബു. ഒരു വൈസ് ചാൻസലറാണ് അതിൻ്റെ ചെയർമാനായിരിക്കുന്നത്. ഇന്ത്യ ഒട്ടാകെയുള്ളൊരു വലിയ മഹോന്നതമായ പ്രസ്ഥാനമാണ്. നിങ്ങളതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് പഠിച്ച് ഗുരുദേവ സന്ദേശം, ഗുരുദേവൻ്റെ ദർശനം കേരളത്തിൻ്റെ 4 അതിരുകളൊക്കെ വിട്ട് വിശാലമായ ലോകത്തേക്ക് പ്രചരിക്കുന്നൊരു കാലയളവിൽ ജീവിക്കാനും പങ്കാളിയാകാനും നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അതേ സംബന്ധിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി ശ്രീ രാജേന്ദ്ര ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു.